ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കാർഡ്ബോർഡും ചിരട്ടയായിട്ടാണ്. അപ്പോൾ ഈ രണ്ട് ഐറ്റവും വെച്ചിട്ട് നമുക്കൊന്നൊരു അടിപൊളി പുതിയൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ചിരട്ട മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ചിരട്ട ഞാൻ നന്നായിട്ട് സാൻഡ് പേപ്പർ ഇട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിരട്ടയുടെ സെയിം അളവിലൊന്ന് പെൻസിൽ വെച്ചിട്ട് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഞാൻ കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഓർത്തത്, അയ്യോ ഞാൻ ചെവി വരച്ചിട്ടില്ല. പിന്നെ രണ്ടാമത് വീണ്ടും ചെവി വരയ്ക്കുന്നുണ്ട്. രണ്ട് ചിരട്ട വെച്ച് വരച്ച ആ ഒരു ഭാഗത്തും ചെവി വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കത്രികയിൽ പരിപാടി ഒതുക്കി കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് അത്രയും ഭാഗമൊന്ന് മാറ്റുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത്. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും കട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. വീണ്ടും ഞാൻ കത്രികയിലോട്ട് ഒതുക്കിയിട്ടുണ്ട്. അങ്ങനെ കത്രിക വെച്ചിട്ട് ആ ഒരു ഭാഗം മൊത്തം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടേ. അങ്ങനെ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിമിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ വീണ്ടും ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തൊന്ന് നേരെ ഒട്ടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്ത ഒരു ഫ്രെയിമിൻ്റെ മുകളിൽ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ഇതുപോലെ തന്നെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു പെൻസിൽ വെച്ച് വരച്ച ഭാഗത്ത് ഞാൻ ബ്രൗൺ കളറിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതത്രയും കംപ്ലീറ്റ് ആയി. അടുത്ത് ആ ഒരു വൈറ്റ് കളർ, ആ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഭാഗത്ത് ഈ ഒരു കളറും ഞാനൊന്ന് അടിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ ഈ 2 കളർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു ബ്രൗൺ കളറിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് വൈറ്റ് വെച്ചിട്ട് ഞാനൊരു ഹൈലൈറ്റ് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി നമ്മുടെ ചിരട്ട എടുത്തിട്ടുണ്ട്. ചിരട്ടയെ ഒന്ന് ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആ ഒരു ചിരട്ടയുടെ ആ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് ഇതുപോലെ പെൻസിൽ വെച്ചിട്ട് ഒരു മൂക്കിൻ്റെ മോഡലിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് എന്താണ് ഐറ്റം എന്ന് മനസ്സിലാവും. ഒരു ടെഡി ബിയർ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ആ ഒരു മൂക്കൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നത്. അങ്ങനെ മൂക്ക് വരച്ചു കൊടുത്തു. ഇനി ആ ഒരു കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു സ്കിൻ കളറാണ് മൂക്കിൻ്റെ ഭാഗത്ത് അടിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കണ്ണിൻ്റെ ആ ഒരു കളറും പിന്നെ അതിന് വായും ഒക്കെ ഒന്ന് ബ്ലാക്ക് കളറിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും ഒരു റെഡ് ഹാർട്ടെങ്കിൽ കമൻ്റായിട്ട് ഒന്ന് ഇടാനും പിന്നെ നിങ്ങളുടെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. ടെഡിയുടെ ഫേസിൻ്റെ ആ ഒരു കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ചെസ്റ്റിൻ്റെ പോർഷനിൽ ഒരു സ്കിൻ കളർ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി ബോഡി ബ്രൗൺ കളർ പെയിൻറ്റും ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫേസും ബോഡിയും ബ്രൗൺ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ണിൻ്റെ ഉൾഭാഗത്ത് ഞാൻ വൈറ്റ് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബ്ലാക്ക് കളർ പെയിൻറ് എടുത്തിട്ട് ആ ഒരു മൂക്കിൻ്റെ പോർഷൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബ്ലാക്ക് കളറും വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെയും ബ്ലാക്ക് കളർ ഇട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് ഇതുപോലെ ഉണ്ടാക്കുന്ന, അതായത് റീയൂസ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്നും പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. വെറുതെ എടുത്തെറിയുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് കിടിക്കാച്ചി നല്ല കിഡിലെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതും സിമ്പിൾ ആൻഡ് ഈസി മെത്തേഡിൽ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈസിയാണ്. ജസ്റ്റ് കുറച്ച് സമയം മാത്രം ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ മതി. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാനും മറക്കരുതേ.
ഈ ഒരു കളറാണ്, പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ ഇതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു മഴയുടെ ഇത് വെച്ചിട്ട് എനിക്ക് വലിയ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു ലൈറ്റൊന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു പോരായ്മയുണ്ട്. നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും നല്ല ഇത്തിരി കൂടെ ഡാർക്ക് കളറാണ് ഈ ഒരു കാണുമ്പോൾ. അപ്പോൾ അടുത്തായിട്ട് ഞാൻ ഈ ഒരു പേപ്പർ എടുക്കുന്നുണ്ട്, ഒരു കളർ പേപ്പർ എടുത്തിട്ട് പൂവിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു ഫ്രെയിമിൻ്റെ 2 ടോപ്പ് പോർഷനിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ചെറിയ തെർമോക്കോൾ ബോൾസ് കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഒരു ടെടിയെ കാണാൻ നമ്മുടെ പുഷ്പ സ്റ്റൈലിലെ അല്ലു അർജുൻ്റെ കട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു തോളിൻ്റെ ചരിവ് അത് കട്ട് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വെറുതെ എടുത്തെറിയുന്ന ഒരു ചിരട്ടയാണ്, ഒന്നല്ല 2 ചിരട്ടയാണ്. അതിൻ്റെ ലുക്ക് ഞാൻ മാറ്റിക്കളഞ്ഞു. പിന്നെ ഒരു ചെറിയൊരു വ്യത്യാസം, അതിൻ്റെ മൂക്കിൻ്റെ ആ ഒരു പോർഷനിൽ അടിച്ചിട്ടുള്ള ആ ഒരു സ്കിൻ കളറിലെ അത് ജസ്റ്റ് ഒന്ന് ഞാൻ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി റൗണ്ട് ആക്കി വരച്ചിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ ഇതുപോലത്തെ ചിരട്ടകളൊന്നും കളയണ്ട, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, കുറച്ച് സമയം മാത്രം മതി ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള സമയം പോകുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു കട്ട് ചെയ്യുന്ന സമയം മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഞാൻ വാളിൽ തൂക്കിയിട്ടുള്ള ആ ഒരു ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഞാൻ ഡബിൾ ഡെക്കോർ വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.